Vamshiya Kendrolmugada, ethnocentrism. It is a process of applying our cultural values to evaluate the behavior and beliefs of people from other cultures. Applying our cultural values to evaluate the behavior and beliefs of people from other cultures. Evaluation of other culture according to preconceptions originating in the standards and customs of വൺസ് ഓൺ കൾച്ചർ. ഈ ഇവാലുവേഷൻ അവരുടെ കൺസെപ്ഷൻസുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അവരുടെ പഴയ സ്റ്റാൻഡേർഡും കസ്റ്റംസും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലായിരിക്കും. മറ്റ് സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസത്തെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വംശീയ കേന്ദ്രോത്മുഖത എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മറ്റ് സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസത്തെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. സ്വന്തം സംസ്കാരം മറ്റുള്ള സംസ്കാരത്തേക്കാൾ മുന്തിയതാണെന്ന ധാരണയാണ് ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. ഉദാഹരണം, ഹിറ്റ്ലറിൻ്റെ കാഴ്ചപ്പാട്. ഇത് നേരെ വിപരീതമായ ഒരു കാഴ്ചപ്പാടാണ് കോസ്മോപൊളിറ്റനിസം. ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് എത്നോസെൻട്രിസം. Cosmopolitanism will not evaluate other people and their beliefs on the basis of his own beliefs. He will accommodate other cultural differences as they are. He will encourage cultural exchange and enrich his culture with borrowing from other cultures. Example, Hindi, English, film, music. A modern society appreciates cultural difference. In a global world, communications are reducing distance between cultures. Cosmopolitan outlook allows diverse influence to enrich one's own culture. വംശീയ കേന്ദ്രോത്മുഖതയുടെ നേർവിപരീതമാണിത്. ഇത് മറ്റ് സംസ്കാരങ്ങളുടെ വ്യത്യസ്തതകൾക്ക് വില കൽപ്പിക്കുന്നു. സാർവജനീയമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി മറ്റുള്ള മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും സ്വന്തം സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താറില്ല. ഇത് വ്യത്യസ്ത സംസ്കാരങ്ങളെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സാംസ്കാരിക കൈമാറ്റത്തെയും കടം വാങ്ങലിനെയും അത് പ്രോത്സാഹിപ്പിക്കുന്നു.